എല്ലാ മോസ്റ്റ് മോഡേൺ ഫെസിലിറ്റീസും ലൈബ്രറിയിൽ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. കോൺഫറൻസ് ഹാളുകൾ, PhD ഓപ്പൺ ഡിഫൻസ് നടത്താനുള്ള ഡിഫൻസ് ഹാള്, മോഡേൺ ലൈബ്രറിക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും കോളേജിൽ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ജൂലൈയിലാണ് റിനോവേഷൻ വർക്കുകൾ തുടങ്ങിയത്. ആയിരത്തി 1956 ദേവഗിരി കോളേജ് തുടങ്ങുന്നത്. അന്നു മുതലേ മികച്ച ഒരു ലൈബ്രറിയാണ് നമുക്കുള്ളത്. പക്ഷേ ഇപ്പോൾ 68 വർഷമായി. കാലാനുസൃതമായ മാറ്റം ലൈബ്രറിക്കും ഉണ്ടാവണം. കാരണം കുട്ടികൾക്ക് കൂടുതൽ റെഫർ ചെയ്യാനും അതുപോലെ തന്നെ PhD ചെയ്യുന്ന 124 കുട്ടികളോട് ഇവിടെ ഉണ്ട്. അപ്പോൾ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടിയാണ് ലൈബ്രറി ഒന്ന് നവീകരിച്ചത്. ഒരു വർഷത്തോളമായി ഇതിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ട് നന്നായിട്ട് കുട്ടികൾ പഠിക്കുകയും റെഫർ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഫാദർ ജോൺ നീലങ്കാവിൽ ഇന്ത്യയിലെ ലൈബ്രറി സയൻസിൻ്റെ ഒരു പിതാവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 100ഓളം ലൈബ്രറികൾ അദ്ദേഹം ഇങ്ങനെ നവീകരിച്ചിട്ടുണ്ട്, MG യൂണിവേഴ്സിറ്റി ലൈബ്രറി അടക്കം. അപ്പോൾ അച്ഛൻ്റെ ഒരു വിഷൻ അനുസരിച്ചാണ് ഇത് മുന്നോട്ട് പോയത്. അതിന് SSMB അവാർഡ് കഴിഞ്ഞ ദിവസം നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇന്ത്യയിലെ ഒരു നോട്ടബിൾ അവാർഡാണ്. എല്ലാ തരത്തിലുള്ള ബുക്ക് ടവർ ഉൾപ്പെടെ ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. അത് ഈ ലൈബ്രറിയുടെ യുണീക്ക് ഫീച്ചറാണ്. അതുപോലെ തന്നെ ഈ കാണുന്ന അമീബ ടേബിൾ എന്ന് പറയുന്നൊരു അമീബയുടെ ഷേപ്പിലുള്ളൊരു ടേബിളാണ്. കുട്ടികളത് വളരെ നന്നായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. റിസർച്ച് ക്യൂബിക്കിൾസ്, ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള റിസർച്ച് ക്യൂബിക്കിൾസും ഈ ലൈബ്രറിയുടെ ഒരു പ്രത്യേകതയാണ്. പുറത്തുനിന്നുള്ളവർക്ക് ജെനുവിൻ കേസുകളിൽ നമ്മൾ അവർക്ക് റെസ്ട്രിക്റ്റഡ് പീരീഡിലേക്ക് നമ്മൾ ലൈബ്രറി വന്ന് റെഫർ ചെയ്യാനും പഠിക്കാനുമുള്ള സാഹചര്യം ഒരുക്കുന്നുണ്ട്. അത് 9 തൊട്ട് 3 മണി വരെയാണ് കോളേജിൻ്റെ സമയം. ആ സമയത്തിന് ശേഷമുള്ള സമയത്തായിരിക്കും പൊതുവേ അവരെ നമ്മൾ ലൈബ്രറിയിൽ അലവ് ചെയ്യുക. അത് അനുവദിച്ചിട്ടുണ്ട്. മുമ്പ് ഒരു 700 കുട്ടികളോളം ഒക്കെ ലൈബ്രറി വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ നമുക്ക് ക്വാഡ് സ്വൈപ്പ് ചെയ്ത് കയറുന്ന ഒരു സിസ്റ്റമാണുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്കറിയാം 1300 മുതൽ 1400 വരെ കുട്ടികൾ ഇപ്പോൾ ലൈബ്രറി യൂസ് ചെയ്യുന്നു. ലൈബ്രറിയുടെ സമയത്തിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. രാവിലെ 8 മുതൽ വൈകിട്ട് രാത്രി 8 മണി വരെ കുട്ടികൾക്ക് ലൈബ്രറി യൂസ് ചെയ്യാം. ഒരു 150-ലധികം ചെറുതും വലുതുമായ പ്രത്യേക സൗകര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടാണ് പുതിയ ലൈബ്രറി രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അത് വലിയ ഡിസ്കഷൻസ്, അത് കഴിഞ്ഞിട്ടുള്ള ഡെലിബറേഷൻസ്, അത് കഴിഞ്ഞ് പ്ലാനിങ്, അങ്ങനെ ഒരുപാട് സെഷൻസ് കഴിഞ്ഞിട്ടാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇതിൻ്റെ കോൺസെപ്റ്റ്സ് മുഴുവൻ കൊണ്ടുവന്ന് അവതരിപ്പിച്ചത് ഞാനായിരുന്നു. എനിക്കൊരു 104 ലൈബ്രറികളിൽ ഇങ്ങനെ കൺസൾട്ടൻ്റായിട്ട് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ കോളേജ് ലൈബ്രറി അല്ലെങ്കിൽ ഓട്ടോണമസ് കോളേജ് ലൈബ്രറികളിൽ ഏറ്റവും മുന്തി നിൽക്കുന്ന ലൈബ്രറിയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. കുട്ടികളുടെ ഫുട്ഫാള് ഇവിടെ മുമ്പുണ്ടായിരുന്നു. ഇവിടെ പൊതുവെ കുട്ടികൾ വായിക്കുന്ന സ്ഥലമാണ്. പക്ഷേ മുമ്പുണ്ടായിരുന്ന ഒരു 700-800 കുട്ടികളൊക്കെ വന്നിരുന്നത് ഇപ്പോൾ അതിൻ്റെ 1 ഇരട്ടി, ചില ദിവസങ്ങളിൽ 2 ഇരട്ടിയൊക്കെ കുട്ടികൾ വരുന്നുണ്ട്. അവരുടെ ഒരു പീസ്ഫുൾ ആൻഡ് ലൈക്കിംഗ് ആൻഡ് ലവിങ് ഡെസ്റ്റിനേഷനായിട്ടാണ് ഈ ലൈബ്രറി ഇപ്പോൾ മാറിയിട്ടുള്ളത്. അത് ആണ് ഇതിൻ്റെ മുഖ്യ ലക്ഷ്യമായിരുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഒരു ക്യൂബിക്കിൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ അവരുടെ ബ്ലൈൻഡ്സിന് വേണ്ടിയിട്ട് പ്രത്യേക കീബോ എന്ന് പറയുന്ന ഒരു പ്രത്യേക പ്രോഗ്രാം വെച്ചിട്ട് സ്കാൻ ചെയ്ത മെറ്റീരിയൽ അത് വായിച്ച് കേൾക്കുന്ന വലിയൊരു സംവിധാനമാണ്. അത് അവർക്ക് വലിയ ഉപകാരം ചെയ്യും. അതിന് സാധിക്കും. ഇനി കാണുന്ന ആൾക്കാർക്കും അതിൽ ഉപകാരം. ഈ കീബോ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്ന മെറ്റീരിയൽസ് വേറെ ഭാഷകളിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഫ്രഞ്ച് ബുക്കാണെങ്കിൽ അത് മലയാളത്തിൽ കേൾക്കാം, ഇംഗ്ലീഷിൽ കേൾക്കാം. ഇവിടുത്തെ ഡിജിറ്റൽ ലൈബ്രറി അതുപോലെ വളരെ വിശേഷമാണ്. ഡിജിറ്റൽ ലൈബ്രറിയിൽ ഒരുപാട് ഡിജിറ്റൽ കമ്പോണൻസ് ഉണ്ട്. പിന്നെ ഇവിടുത്തെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ റെപ്പോസിറ്ററി നല്ല സ്ട്രോങ് ആണ്. ഇങ്ങനെ ഇന്ന് നമുക്ക് കാണാവുന്നതും കിട്ടാവുന്നതായിട്ടുള്ള ഒരു വിശേഷപ്പെട്ട ലൈബ്രറി തന്നെയാണ് ദേവഗിരി ലൈബ്രറി.